ഹായ് കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും ഉഷസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. പിന്നെ നമുക്ക് ഒരു മുരിങ്ങയില കറി ഉണ്ടാക്കിയാലോ? കാണിച്ചു തരാവേ. മുരിങ്ങയില കഴുകി വെച്ചു. പിന്നെ ഇത് കടു വറുക്കാനാണേ. ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില ഇടേണ്ട ആവശ്യമില്ല മുരിങ്ങയിലയ്ക്ക്, എന്നാലും ഞാനങ്ങ് ഇടുക. പിന്നെ അരപ്പ് തയ്യാറാക്കി വെച്ചു. ഇതിൽ വെളുത്തുള്ളി, ജീരകം, തേങ്ങ, മഞ്ഞൾപ്പൊടി, ചുമന്നുള്ളി ഇത്രയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അരയ്ക്കാൻ വെളുത്തുള്ളി, ജീരകം, ചുമന്നുള്ളി, മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി ഗൈസ്, പച്ചമുളകും കൂടെ എടുക്കട്ടെ. പച്ചമുളക് ഇതിൽ അരച്ചാലും മതിയായിരുന്നു, പക്ഷേ ഞാൻ 2 പച്ചമുളക് എടുത്ത് കീറിയിട്ടാലും മതിയാവും. ഓക്കെ, ഒരു എരിവിന് വേണ്ടി. ചിലവർ മുളക് പൊടി ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഞാൻ പച്ചമുളക് എടുക്കട്ടെ, മറന്നുപോയി. കറിവേപ്പിലയാണ്. പച്ചമുളക് ഇട്ടേക്ക്. ഇതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് മുരിങ്ങയില ഇടണം. മുരിങ്ങയില ഇട്ട് ഇനി ഒന്ന് വരട്ടെ. അപ്പം നമ്മൾ
നമ്മുടെ മുരിങ്ങയിലക്കറി റെഡിയായി. കണ്ട, പെട്ടെന്ന് നമുക്കൊരു ഒഴിച്ച് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയില ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കുണ്ടാക്കാം. ഓക്കെ, തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ അരച്ച് എടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് മുരിങ്ങയില, ചുവന്നുള്ളി, കറിവേപ്പില ഓപ്ഷനല്ല, ഇടണമെങ്കിൽ ഇടാം. വറ്റൽമുളകും കൂടെ കടുക് പൊട്ടിച്ച് ഇടണം. എന്നിട്ട് പിന്നെ മുരിങ്ങയില ഇട്ട് അത് ഒരു ബ്രൗൺ കളറാകുമ്പോഴത്തേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ചൂടാക്കി എടുത്താൽ മതി, തിളപ്പിക്കണ്ട. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയും സ്നേഹവും ഉണ്ട്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും എനിക്ക് ഇനി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോ വരും വരേക്കും എല്ലാവർക്കും ബൈ.